Good morning. Welcome back to my video lecture on analytical instrumentation. Today we are going to discuss X-ray spectrometers. ആദ്യമേ നമുക്ക് എക്സ്റേ സ്പെക്ട്രം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് എക്സ്റേസിനെ കുറിച്ചൊന്ന് പറയാം. എക്സ്റേസ് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറി ആയിരുന്നു. വില്യം റോങ്ചൻ 1895 ഇത് കണ്ടുപിടിച്ചത്. കാഥോഡ് റേസ് ഗ്ലാസ് വഴി കടന്നു പോകുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് വില്യം റോങ്ചൻ നടത്തി. അതിൻ്റെ ഫലമായിട്ടാണ് ഈ എക്സ്റേയുടെ കണ്ടുപിടുത്തം ഉണ്ടായത്. എക്സ്റേ ആക്സിഡൻ്റായിട്ട് അപ്പോഴാണ് കണ്ടുപിടിച്ചത്. എക്സ്റേ ട്യൂബിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഈ കാണിച്ചിരിക്കുന്നതാണ് എക്സ്റേ ട്യൂബിൻ്റെ സ്ട്രക്ചർ. ഇത് ഒരു ഗ്ലാസ് ട്യൂബാണ്. ഗ്ലാസ് ട്യൂബിനകത്ത് വാക്യൂമാണ്. ഇതിനകത്ത് ആനോഡുണ്ട്, കാഥോഡുണ്ട്. ആനോഡ് മോളിബ്ഡിനം അല്ലെങ്കിൽ ടങ്സ്റ്റൺ മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത ഹയർ അറ്റോമിക് നമ്പർ ആയിരിക്കും. പിന്നെ കാഥോഡുണ്ട്. ആനോഡിനും കാഥോഡിനും അക്രോസ് ആയിട്ട് നമ്മൾ ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് ഏകദേശം 40 കിലോ വോൾട്ട് അതിന് മുകളിൽ അപ്ലൈ ചെയ്യും. ആ മുകളിൽ അപ്ലൈ ചെയ്യുമ്പോൾ കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. കാഥോഡിൽ നിന്ന് ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് ഹയർ വെലോസിറ്റിയിൽ ആനോഡിലോട്ട് വരും. ആനോഡിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യും. ആനോഡിൽ ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്റേസ് ജനറേറ്റ് ചെയ്യും. ഈ വരുന്നതാണ് എക്സ്റേ. ഈ വരുന്ന ഇലക്ട്രോൺസ് ഹയർ വെലോസിറ്റിയിലായിരിക്കും ഇവിടെ വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെക്കാനിസം നമുക്ക് അടുത്ത് നോക്കാം, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ഫിഗർ വരയ്ക്കുന്നുണ്ട്. നോക്കുക, ഇവിടെ ഞാൻ ഒരു ആനോഡിൻ്റെ ഒരു ആറ്റമാണ് കാണിച്ചിരിക്കുന്നത്. ആറ്റത്തിനകത്ത് ന്യൂക്ലിയസ് ഉണ്ട്. ഇതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് ചുറ്റി ഓരോരോ ഷെല്ലുണ്ട്, KLMN. അപ്പോൾ ഇത് ഒന്നുകിൽ മോളിബ്ഡിനം ആയിരിക്കും, അല്ലെങ്കിൽ ടങ്സ്റ്റൺ ആയിരിക്കും. ലാർജർ അറ്റോമിക് നമ്പറുള്ള ഒരു ആറ്റം ആയിരിക്കും. അപ്പോൾ ഇതിലോട്ടാണ് ഹയർ വെലോസിറ്റിയിൽ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത് പുറത്തുനിന്ന് വരുന്നത്. ഹയർ വെലോസിറ്റിയിൽ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരും. ഈ ഇലക്ട്രോൺ എവിടെ നിന്നാണ് വരുന്നത്? ഈ ഇലക്ട്രോൺ വരുന്നത് കാഥോഡിൽ നിന്നാണ്. ഇത് ഹൈ വെലോസിറ്റിയിലായിരിക്കും വരുന്നത്. ഹൈ വെലോസിറ്റി വരുമ്പോൾ നമുക്കറിയാം K ഷെല്ലുണ്ട്, L ഷെല്ലുണ്ട്, M ഷെല്ലുണ്ട്, N ഷെല്ലുണ്ട്. ഏത് ഷെല്ലിനാണ് എനർജി കുറവ്? K ഷെല്ലിന് എനർജി കുറവായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഇലക്ട്രോൺ വന്നിട്ട് ഇതിലുള്ള ഏതെങ്കിലും ഇലക്ട്രോണുമായിട്ട് ഇടിക്കും. ഏതെങ്കിലും ഇലക്ട്രോണുമായിട്ട് ബോംബാർഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺ അവിടെ നിന്ന് തെറിച്ച് പുറത്തോട്ട് പോകും. ഓക്കെ, അവിടെ നിന്ന് തെറിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. ഈ വരുന്ന ഇലക്ട്രോണ് ബുള്ളറ്റ് ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഈ പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോൺ, അത് വന്ന് ഇവിടെ ഒന്ന് ഇടിക്കുന്നു. അവിടെ ഇരുന്ന അതായത് ഈ മോളിബ്ഡിനം ആറ്റത്തിനകത്തുള്ള ഇലക്ട്രോണെ അവിടെ നിന്ന് തെറിപ്പിക്കുന്നു. അപ്പോൾ തെറിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പോൾ വേക്കൻസി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ ഷെല്ലുണ്ടല്ലോ, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല്, ഇതിൽ ഏത് ഷെല്ലിൽ നിന്ന് വേണമെങ്കിലും ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരാം. ഇലക്ട്രോൺസ് ആ ഒരു വേക്കൻസിയിലോട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പോൾ L ഷെല്ലിൽ നിന്ന് M ഷെല്ലിലോട്ടാണ്, അല്ല L ഷെല്ലിൽ നിന്ന് K ഷെല്ലിലോട്ടാണ് ഫില്ല് ചെയ്യുന്നതിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഈ ഇവിടെ ഇരുന്ന ഇലക്ട്രോൺ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലോട്ട് ഈ ഒരു ഇലക്ട്രോൺ ട്രാവൽ ചെയ്യും. അങ്ങനെ ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എനർജി കുറയുമല്ലേ? ഹയർ ഷെല്ലിൽ നിന്ന് ലോവർ ഷെല്ലിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ ആ ഒരു ലോസ് ഇൻ എനർജി ഒരു റേഡിയേഷനായിട്ട് എമിറ്റ് ചെയ്യും. അത് എക്സ്റേ റേഞ്ചിലാണ് വരുന്നത്. M ഷെല്ലിൽ നിന്ന് വേണമെങ്കിലും ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാം. M ഷെല്ലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ വരുന്ന ഇലക്ട്രോണിൻ്റെ ഫ്രീക്വൻസി വേറെ ആയിരിക്കും. ഓക്കെ, എക്സ്റേസ് നെയിം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ ഞാൻ ആ K ഷെല്ല്, L ഷെല്ല്, M ഷെല്ല്, N ഷെല്ല് എല്ലാം ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നു. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് എനർജി ഉള്ളതാണ് ആദ്യം വരച്ചിരിക്കുന്നത്, K ഷെൽ. L ഷെല്ലിന് അതിനെക്കാട്ടി കൂടുതൽ എനർജി, M കൂടുതൽ, N പിന്നെയും കൂടുതൽ, അങ്ങനെയാണ്. അപ്പോൾ സപ്പോസ് ഇവിടെ നിന്നൊരു ഇലക്ട്രോൺ വന്ന് K ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇടിച്ചെന്നിരിക്കട്ടെ. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് തെറിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ എന്ത് വരും? ഒരു ഹോൾ ഉണ്ടാവും. അതായത് ഇലക്ട്രോണിൻ്റെ ഒരു വേക്കൻസി ഉണ്ടാവും. അപ്പോൾ ഈ എൽ ഷെല്ലിലുള്ള ഇലക്ട്രോൺ ഇങ്ങോട്ട് ട്രാവൽ ചെയ്ത് വരാം.
അങ്ങനെ ട്രാവൽ ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ നിന്ന് എക്സ്റേ എമിറ്റ് ചെയ്യും. ആ എക്സ്റേക്ക് പറയുന്ന പേരാണ് കെ ആൽഫ എന്ന് പറയും. മീൻസ് ഒരു എനർജി ലെവൽ മാത്രമേ ഇവിടെ ട്രാവൽ ചെയ്ത് വന്നുള്ളൂ. എല്ലിൽ നിന്ന് കെയിലോട്ട് വന്നു. എവിടോട്ടാണോ വന്നത് അതായിരിക്കും അതിൻ്റെ പേര് കെ. ഒരു ലെവലിൽ ട്രാൻസ്ഫർ ചെയ്ത് വന്നതുകൊണ്ട് ആൽഫ എന്ന് പറയും. ഇനി സപ്പോസ് എമ്മിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് ഇവിടെ വരുന്നെന്നിരിക്കട്ടെ ഇലക്ട്രോൺ. ഈ ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കെ ബീറ്റ. അതായത് ഇവിടെ ഈ ഒരു എനർജി ലെവലും ഈ ഒരു എനർജി ലെവലും രണ്ട് എനർജി ലെവലിൽ നിന്ന് താഴോട്ടാണ് വന്നത്. ഇവിടെ നിന്ന് ട്രാവൽ ചെയ്താണ് വരുന്നതെങ്കിലോ കെ ഗാമ എന്ന് പറയും. ഓക്കെ, സപ്പോസ് ഈ പുറത്തുനിന്ന് വരുന്ന ഇലക്ട്രോൺ വന്ന് ഇടിക്കുന്നത് എൽ ഷെല്ലിൽ ഇരുന്ന ഒരു ഇലക്ട്രോൺ വന്നിരിക്കട്ടെ, അത് അവിടെ നിന്ന് തെറിച്ചു പോയെന്നിരിക്കട്ടെ. അപ്പോൾ ഇവിടെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിലും ഇങ്ങോട്ട് ഇലക്ട്രോൺ വരാം, ഇവിടെ നിന്ന് വേണമെങ്കിലും വരാം. അപ്പോൾ എമ്മിൽ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നതെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്തെന്ന് പറയും? എൽ ആൽഫ എക്സ്റേസ് എന്ന് പറയും. ഈ എൻ നെയിം ചെയ്യുന്നത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അതിനെക്കുറിച്ചൊന്ന് നോക്കാം. എക്സ്റേ സ്പെക്ട്രം നോക്കുകയാണെങ്കിൽ ലാംഡയ്ക്കും ഇൻറ്റൻസിറ്റി എക്സ് ആക്സിസിൽ ലാംഡയും വൈ ആക്സിസിൽ ഇൻറ്റൻസിറ്റിയും കാണിച്ചിട്ടുള്ളൊരു ഗ്രാഫാണ് എക്സ്റേ സ്പെക്ട്രം. അത് രണ്ട് തരത്തിലാണ്. കണ്ടിന്യൂസ് എക്സ്റേ സ്പെക്ട്രം ഉണ്ട്, ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ സ്പെക്ട്രം ഉണ്ട്. നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു ഗ്രാഫാണിത്. ഈ പോകുന്നത് അതാണ് കണ്ടിന്യൂസ് എക്സ്റേ സ്പെക്ട്രം. ഇവിടെ ഉണ്ടാകുന്ന ഈ സ്പൈക്സ് ഉണ്ടല്ലോ, അതാണ് ക്യാരക്ടറിസ്റ്റിക് സ്പെക്ട്രം എക്സ്റേ സ്പെക്ട്രം. ഈ സ്പൈക്സ് ശ്രദ്ധിച്ചാൽ അറിയാം. ഇത് കണ്ടോ, എൽ ആൽഫ എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. ഇത് എൽ ബീറ്റ, എൽ ഗാമ. ഇത് കെ ആൽഫ, കെ ബീറ്റ, കെ ഗാമ. ഈ സ്പൈക്സിൻ്റെ ഇൻറ്റൻസിറ്റി ഡിപ്പെൻഡിങ് ഓൺ മെറ്റീരിയൽ മാറിയിരിക്കും. നമ്മുടെ ടാർഗറ്റ് മെറ്റീരിയൽ മോളിബ്ഡിനം ഓർ ടങ്സ്റ്റൺ, അത് രണ്ടുമാണല്ലോ യൂസ് ചെയ്യുന്നത്. ആ മെറ്റീരിയലിനനുസരിച്ച് ഇതിൻ്റെ ഹൈറ്റ് മാറിയിരിക്കും. അതുകൊണ്ടാണ് അതിനെ ക്യാരക്ടറിസ്റ്റിക് എക്സ്റേ സ്പെക്ട്രം എന്ന് പറയാൻ കാര്യം. അതായത് ആ ഒരു പ്രത്യേക എലമെൻറ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് മാറും. അപ്പോൾ ആ ഹൈറ്റ് സ്റ്റഡി ചെയ്താൽ നമുക്ക് ഏത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് എക്സ്റേ ട്യൂബ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണ് രണ്ട് ഗ്രാഫ് ഇവിടെ വരുന്നത്. ഇനി ഈ കണ്ടിന്യൂസ് ഗ്രാഫ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കണ്ടിന്യൂസ് ഗ്രാഫ്, ഈ ആക്സിസ് എന്ന് പറയുന്നത് ലാംഡയാണ്. വേവ് ലെങ്ത് മാറുന്നതനുസരിച്ചിട്ടുള്ള ഇൻറ്റൻസിറ്റിക്കകത്ത് ഉണ്ടാകുന്ന വേരിയേഷനാണ് ഉണ്ടാകുന്നത്. ഇതൊരു മിനിമം വേവ് ലെങ്ത് ആണിത്. മിനിമം വേവ് ലെങ്തിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എക്സ്റേ സ്പെക്ട്രം കിട്ടുന്നു. അതെങ്ങനെയാണെന്നുള്ളത് ഇവിടെ നോക്കാം. കണ്ടിന്യൂസ് സ്പെക്ട്ര എങ്ങനെയാണ് കിട്ടുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു ആറ്റം കൺസിഡർ ചെയ്യുക. സപ്പോസ് ഒരു ഹൈ വെലോസിറ്റി ഇലക്ട്രോൺ ഇവിടുന്ന് ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുവാണെന്നിരിക്കട്ടെ. അപ്പോൾ ട്രാവൽ ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഈ ന്യൂക്ലിയസ് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ന്യൂക്ലിയസിൻ്റെ അടുത്തെത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി വ്യത്യാസപ്പെടും, വെലോസിറ്റി കുറയും. അതായത് ഈ പാത്ത് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആണല്ലോ, ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവുമാണ്. അപ്പം ഈ വരുന്ന പാത്ത് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. അപ്പം എന്താണ് സംഭവിക്കുന്നത്? ഹയർ വെലോസിറ്റിയിൽ വന്നുകൊണ്ടിരുന്ന ഇലക്ട്രോൺ ഇവിടെ വരുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറഞ്ഞ് അതിൻ്റെ പാത്തിന് വേരിയേഷൻ ഉണ്ടാകുന്നു. അപ്പം നമുക്കറിയാം ഈ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിളാണ്. ആ ചാർജ് പാർട്ടിക്കിൾ പെട്ടെന്ന് വെലോസിറ്റി കുറയുന്നു. വെലോസിറ്റി കുറഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ഓക്കെ, ഈ പാത്ത് ചേഞ്ച് അല്ലെങ്കിൽ വെലോസിറ്റി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ട്. അതാണ് നമ്മുടെ ഗ്രാഫിനകത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ആയിട്ട് കാണപ്പെടുന്നത്. ലാംഡ ആൻഡ് ഈ ആക്സിസ് ഇൻറ്റൻസിറ്റി. ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള വേവ് ആയിട്ട് കാണപ്പെടുന്നത് ഈ ഒരു വെലോസിറ്റി ഡിഫറൻസ് മൂലം ഉണ്ടാകുന്ന വേവ് റേഡിയേഷനാണ്. അതിനകത്ത് സ്പൈക്സ് ആയിട്ട് കാണപ്പെടുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ബൊംബാർഡ്മെൻറ്റ് കാരണം ഉണ്ടാകുന്ന എക്സ്റേസ്. ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. രണ്ട് തരത്തിലുള്ള എക്സ്റേ സ്പെക്ട്രം ഉണ്ടാകുന്നത് എങ്ങനെയെന്നാണ് പറഞ്ഞത്. The cutoff wavelength lambda minimum is given by the equation lambda min equal to hc by v into E, where h is the Planck's constant,
V is the velocity of the light or X-rays, E is the electronic charge, and V is the voltage that we are applying to the X-ray tube. By substituting the Planck's constant and velocity of light, we get hc equal to 1240 by V, where V is the voltage that we are applying. This value is in nanometer, that is lambda, we get lambda min in nanometer, that means 1240 by V. When we increase the voltage, lambda is decreased.